കുണ്ടറയിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പടപ്പക്കര സ്വദേശി പുഷ്പലതയാണ് മരിച്ചത്. പുഷ്പലതയുടെ പിതാവ് ആന്റണി ഗുരുതരാവസ്ഥയിലാണ്. മകൻ അഖിൽ കുമാർ ഒളിവിലുമാണ്. പുഷ്പലതയെ ഇരുമ്പുവടി കൊണ്ട് അടിച്ച ശേഷം തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. പുഷ്പലതയുടെ മകൻ ഇരുവരെയും ഉപദ്രവിക്കാറുണ്ടെന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. പുഷ്പലതയുടെ മകൻ അഖിലിനു വേണ്ടി കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ. ദിലീപ്, മകൻ തന്നെയാണ് കൊല നടത്തിയതെന്ന് വ്യക്തമാകുന്നുണ്ടോ? കാരണം ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ പറയണം. ഈ പിതാവിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? വിനീത, അതിക്രൂരമായ തന്നെ ഒരു കൊലപാതകമാണ് ഇപ്പോൾ ഈ കൊല്ലം കുണ്ടറയുടെ സ്ഥലത്ത് നടന്നിരിക്കുന്നത്. അതായത് ഈ മകൻ അഖിൽകുമാർ നേരത്തെയും നിരവധി കേസുകളിലും അതുപോലെ തന്നെ ലഹരിക്ക് അടിമയുമായ അഖിൽകുമാർ പലതവണ അതായത് മാതാവിൻ്റെ പിതാവാണ് ഈ ആൻ്റണി, അമ്മ പുഷ്പലത, ഇരുവരെയും മർദ്ദിക്കാറുണ്ടായിരുന്നു. തൊട്ടടുത്തവർക്കൊരു കുറച്ച് സ്വത്ത് വകകളുണ്ടായിരുന്നു. ഈ സ്വത്ത് കച്ചവടവുമായി ബന്ധപ്പെട്ട് കുറച്ച് പണം പുഷ്പലതയ്ക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. ഇത് വേണമെന്നാവശ്യപ്പെട്ടു. അതിൽ 1 ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിൽ ബഹളമുണ്ടാക്കിയിരുന്നു. ഇന്നലെ രാവിലെ ഈ വീട്ടിലേക്ക് പോലീസ് അടക്കം എത്തിയിരുന്നു. അപ്പോൾ ഈ മകൻ അഖിൽകുമാർ പുറത്തു പോകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് രാത്രി എത്തി ഇവരെ ഉപദ്രവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അതായത് തലയ്ക്കടിയേറ്റ ശേഷം പുഷ്പലത നിലത്ത് വീണ് കിടക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു തലയിണയും ഉണ്ട്. ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്നാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ഇപ്പോൾ പിതാവ് ആൻ്റണി തിരുവനന്തപുരം ആശുപത്രിയിൽ ഗുരുതരമായി കിടക്കുകയാണ്. നമ്മോടൊപ്പം ഈ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് ചേരുന്നുണ്ട്. അനീഷ് എല്ലാം ഈ വിവരങ്ങൾ അറിഞ്ഞത് ഇന്ന് ഉച്ചയോടുകൂടെയാണ്. അനീഷ്, എന്താണ് സംഭവം ഉണ്ടായെന്നറിയാം? ഇദ്ദേഹം നേരത്തെ പ്രശ്നക്കാരനാണ്. നേരത്തെ ഈ പയ്യൻ ലഹരിക്ക് അടിമയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഡി അഡിക്ഷൻ സെൻ്ററിലെല്ലാം നേരത്തെ ചികിത്സയിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 11 മണിയോടുകൂടിയാണ് ഈ ബന്ധുക്കളാണ് ഇത്തരത്തിൽ ഇവിടെ നാളനൊക്കെ ഒന്നും കേൾക്കാത്തതുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ താമസം ബന്ധു വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായ ഈ സംഭവം കാണുന്നത്. മകനെ ഒളിവിലാണ്. അയാളിവിടെ കാണുന്നില്ല. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെയും പ്രശ്നക്കാരനാണ്. നേരത്തെയും അയാൾ ലഹരിക്ക് അടിമയാണ്. അത് നേരത്തെ ഡി അഡിക്ഷൻ സെൻ്ററിലെല്ലാം കൊണ്ടിട്ടുണ്ട്. നേരത്തെ ഒരു തവണ പോലീസ് കേസും ഒക്കെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അത് പെറ്റീഷനൊക്കെ അമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലെയും പോലീസിനെ ഇവിടെ വിളിച്ചു വരുത്തിയിരുന്നു. ഇത്തരം പ്രശ്നമായപ്പോൾ അമ്മ വിളിച്ചിട്ടായിരിക്കണം പോലീസ് ഇവിടെ വന്നു. അവർ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് മടങ്ങി. അവൻ പോലീസിൻ്റെ കൂടെ വളരെ ആൻ്റണിയുടെ അവസ്ഥ എങ്ങനെയാണ്? അദ്ദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്, വെന്റിലേറ്ററിലാണ് ഉള്ളത്. ഗുരുതരമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നില തുടരുന്നത്. മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് ഇപ്പോൾ. വിനീത, ഇതുപോലെ തന്നെയാണ്. അതായത് സ്ഥിരം പ്രശ്നക്കാരനായ അഖിൽകുമാർ നേരത്തെയും ഒരുപാട് ലഹരി കേസിൽ പെട്ടിരുന്നു. പിന്നീട് അമ്മയെയും അതുപോലെ തന്നെ മാതാവിൻ്റെ പിതാവിനെയും അടക്കം മർദ്ദിക്കുകയും ചെയ്തു. സഹോദരി പഞ്ചാബിൽ പഠിക്കുകയായിരുന്നു. സഹോദരി വിളിച്ചതിനെ തുടർന്ന് മാതാവ് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയാണ് തൊട്ടടുത്തുള്ള സമീപവാസിയായ ബന്ധുവിനോട് ഈ കാര്യം പറയുന്നത്. ബന്ധു വന്ന് നോക്കിയപ്പോൾ ഏകദേശം 10 കൂടെ എത്തി നോക്കിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ഇരുവരെയും കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെല്ലാവരും തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു. ആന്റണി ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഈ പുഷ്പലതയുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. എന്തായാലും അതിദാരുണമായ ഒരു കൊലപാതകം. മകൻ അമ്മയെ കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ മകൻ ഇപ്പോൾ ഒളിവിലാണ്. നേരത്തെ തന്നെ മാതാവിനെ ഉപദ്രവിക്കുന്ന കേസടക്കം ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ മകൻ അഖിൽ ഒളിവിലാണ്. മാതാവിൻ്റെ പിതാവ് ആൻ്റണി ചികിത്സയിലാണ്. ഇപ്പോൾ അല്പസമയത്തിനകം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. വിനീത, ശരി. ദിലീപ് ദേവസ്യാണ് കുണ്ടറയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവരുടെ പിതാവിന്റെ ആരോഗ്യനില ഗുരുതരമാണ്. വെന്റിലേറ്ററിൽ ചികിത്സയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.